ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, SS ലോഗോസ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്കുള്ള പഠനഭാഗങ്ങളായ ലൂക്ക 17 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 150 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഉപകരിക്കും. നല്ലോണം പഠിക്കുക. ഒന്നാമത്തെ ചോദ്യം: ദുഷ്പ്രേരണകൾ ആരു മൂലമാണ് ഉണ്ടാകുന്നത്? അവന് എന്ത് സംഭവിക്കും എന്നാണ് ഈശോ പറഞ്ഞത്? ഉത്തരം: അവന് ദുരിതം. 17:1. 2. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ എന്ത് ചെയ്യണം? ഉത്തരം: അവനെ ശാസിക്കണം. 17:3. മൂന്നാമത്തെ ചോദ്യം: എത്രത്തോളം വിശ്വാസം ഉണ്ടെങ്കിലാണ് സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കുന്നത്? ഉത്തരം: ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ. 17:6. 4. കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം എന്തു പറയണമെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്? ഉത്തരം: ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന്. 5. എവിടേക്കുള്ള യാത്രയിലാണ് ഈശോ സമരിയയ്ക്കും ഗലീലിയയ്ക്കും മധ്യേ കടന്നുപോയത്? ഉത്തരം: ജെറുസലേമിലേക്കുള്ള യാത്രയിൽ. 17:11. 6. യേശുവിനെ കണ്ടപ്പോൾ കുഷ്ഠരോഗികൾ സ്വരമുയർത്തി അപേക്ഷിച്ചത് എന്തായിരുന്നു? ഉത്തരം: ഗുരു, ഞങ്ങളിൽ കനിയണമേ. 7. കുഷ്ഠരോഗികളെ കണ്ട യേശു അവരോട് പറഞ്ഞതെന്ത്? ഉത്തരം: പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. 17:14. 8. യേശുവിനെ കണ്ട് തിരിച്ചു മടങ്ങുന്ന വഴിക്ക് കുഷ്ഠരോഗികൾക്ക് എന്താണ് സംഭവിച്ചത്? ഉത്തരം: അവർ സുഖം പ്രാപിച്ചു. 17:14. 9. രോഗികളിൽ ഒരുവൻ എന്ത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നത്? ഉത്തരം: താൻ രോഗവിമുക്തനായി എന്ന് കണ്ടപ്പോൾ. 17:15. 10. രോഗവിമുക്തനായ കുഷ്ഠരോഗികളിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് എന്തു ചെയ്തുകൊണ്ടാണ് യേശുവിലേക്ക് തിരിച്ചു വന്നത്? ഉത്തരം: ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. 11. രോഗവിമുക്തനായ കുഷ്ഠരോഗികളിൽ ഒരുവൻ തിരിച്ച് യേശുവിൻ്റെ അടുത്ത് വന്ന് എന്താണ് ചെയ്തത്? ഉത്തരം: യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. 17:16. 12. സുഖപ്പെട്ട 10 കുഷ്ഠരോഗികളിൽ എത്ര പേരെയാണ് യേശു തെരഞ്ഞത്? ഉത്തരം: 9 പേരെ. 17:17. 13. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചത് ആരാണ്? ഉത്തരം: ഫരിസേയർ. 14. ദൈവരാജ്യ ആഗമനത്തെക്കുറിച്ചുള്ള ഫരിസേയരുടെ ചോദ്യത്തിന് ഈശോ നൽകിയ മറുപടി എന്തായിരുന്നു? ഉത്തരം: പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല ദൈവരാജ്യം വരുന്നത്. 17:20. 15. ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് എന്തിനെക്കുറിച്ച് ആരും പറയുകയില്ല എന്നാണ് യേശു സൂചിപ്പിച്ചത്? ഉത്തരം: ദൈവരാജ്യം. 17:21. 16. ആരുടെ ദിവസങ്ങളിൽ ഒന്ന് കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്ന് യേശു പറഞ്ഞത്? ഉത്തരം: മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ ഒന്ന്. 17:32.
17 ആരെക്കുറിച്ചാണ് വളരെയേറെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് യേശു സൂചിപ്പിച്ചത്? ഉത്തരം മനുഷ്യപുത്രൻ. 17:25. 18 നോഹയുടെ ദിവസങ്ങളിൽ എന്ത് വന്നാണ് സകലതും നശിപ്പിച്ചത്? ഉത്തരം ജലപ്രളയം. 19 ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സംഭവിച്ചത് എന്താണ്? ഉത്തരം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവയെല്ലാം നശിപ്പിച്ചു. 17:29. 20 എവിടെ ആയിരിക്കുന്നവനാണ് വീട്ടിനകത്തുള്ള സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുതെന്ന് യേശു സൂചിപ്പിച്ചത്? ഉത്തരം പുരമുകളിൽ ആയിരിക്കുന്നവൻ. 17:31. 21 ലൂക്ക 17:32 ആർക്ക് സംഭവിച്ചത് ഓർക്കാനാണ് ഈശോ ശിഷ്യരോട് പറയുന്നത്? ഉത്തരം ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത്. 22 ലൂക്ക 17:34 പ്രകാരം അന്ന് രാത്രി കട്ടിലിലുള്ള 2 പേരിൽ എത്ര പേർ അവശേഷിക്കും? ഉത്തരം ഒരാൾ. 23 ലൂക്ക 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ഉപമയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? ഉത്തരം ഒരു വിധവയും ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപനും. 24 വിധവ എന്തിനു വേണ്ടിയാണ് ന്യായാധിപന്റെ അടുക്കൽ എത്തിയത്? ഉത്തരം തൻ്റെ എതിരാളിക്കെതിരെ നീതി നടത്തിത്തരാൻ. 18:3. 25 ഫരിസേയനും നികുതി പിരിവുകാരനും പ്രാർത്ഥിച്ചത് എവിടെയാണ്? ഉത്തരം ദേവാലയത്തിൽ. 26 ചുങ്കക്കാരൻ തൻ്റെ പ്രാർത്ഥനയിൽ പറഞ്ഞത് എന്ത്? ഉത്തരം ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. 18:13. 27 ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ ഡാഷ് പ്രാർത്ഥിച്ചു. 18:13 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം മാറത്തടിച്ചുകൊണ്ട്. 28 ലൂക്ക 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിക്കുന്ന ഉപമയിൽ നീതീകരിക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ചുങ്കക്കാരൻ. 29 ലൂക്ക 18:16 യേശു കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ഉത്തരം കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ, എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേത് ആണ്. 30 ധനികനായ മനുഷ്യൻ യേശുവിനോട് ചോദിച്ചതെന്ത്? ഉത്തരം നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? 18:18. 31 നിത്യജീവൻ പ്രാപിക്കാൻ എന്തു വേണമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. 32 ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുന്നു. ഇത് പറഞ്ഞ ശിഷ്യൻ ആരാണ്? ഉത്തരം പത്രോസ്. 33 ലൂക്ക 18:26 പ്രകാരം അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും എന്ന് അവർ പറഞ്ഞത് എപ്പോഴാണ്? ഉത്തരം ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേളയിൽ. 34 യേശു ജെറുസലേമിൽ എന്തു സംഭവിക്കുമെന്നാണ് പ്രവചിച്ചത്? ഉത്തരം അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും ചെയ്യും എന്ന്. ലൂക്ക
31 മുതൽ 33 വരെയുള്ളതാണ്. 35 ലൂക്ക 18:31 പ്രകാരം യേശു ആർക്ക് ഏൽപ്പിക്കപ്പെടും എന്നാണ് പറഞ്ഞത്? ഉത്തരം വിജാതീയർക്ക്. 36 ശിഷ്യന്മാർക്ക് ഈ പ്രവചനം മനസ്സിലാകാതിരുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നതിനാൽ. 37 ലൂക്ക 18-ാം അധ്യായത്തിൽ എത്ര ഉപമകളെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം 2 ഉപമകൾ. 38 എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തിക്കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ ഡാഷ് 18:5 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം അസഹ്യപ്പെടുത്തും. 39 സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം ലൂക്ക 19-ാം അധ്യായം 5-ാം വാക്യം. 40 ഈശോ സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് പോയപ്പോൾ ജനങ്ങൾ പിറുപിറുത്തത് എന്ത്? ഉത്തരം ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നു. 19:7. 41 ആരുടെയെങ്കിലും തുക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഇരട്ടിയായി നൽകാമെന്നാണ് സക്കേവൂസ് പറഞ്ഞത്? ഉത്തരം 4 ഇരട്ടിയായി. 42 ലൂക്ക 19:10 അനുസരിച്ച് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനാണ്? ഉത്തരം നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ. 43 ലൂക്ക 19:11 അനുസരിച്ച് ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് വിശ്വസിച്ചിരുന്നവർ ആരാണ്? ഉത്തരം ജെറുസലേം നിവാസികൾ. 44 തുണിയിൽ പൊതിഞ്ഞ് നാണയം സൂക്ഷിച്ച ഭൃത്യൻ രാജാവിനെ ഭയക്കാനുണ്ടായ കാരണം എന്താണ്? ഉത്തരം കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനും ആണ്. 19:22. 48 ദുഷ്ടഭൃത്യനെ യജമാനൻ വിധിക്കാനുള്ള കാരണമെന്ത്? ഉത്തരം പണമിടപാടുകാരെ പണം ഏൽപ്പിക്കാതിരുന്നതുകൊണ്ട്. 19:23. 49 ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും, അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം ലൂക്ക 19:26. 50 ലൂക്ക 19:30 ഏത് മൃഗത്തെ അഴിച്ചുകൊണ്ടുവരുവാനാണ് പറയുന്നത്? ഉത്തരം കഴുതക്കുട്ടിയെ. 51 കഴുതയെ അഴിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി കൊടുക്കുവാനാണ് 19:31 പറയുന്നത്? ഉത്തരം കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. 52 ഈശോ ഒലിവുമലയുടെ സമീപം എത്തിയപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ സ്തുതിച്ചത് എപ്രകാരമാണ്? ഉത്തരം തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി. 19:37. 53 ലൂക്ക 19:41 ഈശോ വിലപിച്ചത് എന്തിനെ കണ്ടാണ്? ഉത്തരം പട്ടണം. 54 സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ ഈശോ ഇത് പറയുന്നത് ആരോടാണ്? ഉത്തരം പട്ടണത്തോട്. 19:42. 55 നിങ്ങളോ അത് ഡാഷ് മാറ്റിയിരിക്കുന്നു, ലൂക്ക 19:46 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം കവർച്ചക്കാരുടെ
ഗുഹയായി. നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു. 56. ലൂക്ക 20:2 പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും കൂടെ ഈശോയോട് ചോദിച്ചത് എന്ത്? ഉത്തരം: എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആര്? 57. യോഹന്നാൻ ഡാഷ് അവർ വിശ്വസിച്ചിരുന്നു. ലൂക്ക 20:6 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: ഒരു പ്രവാചകനാണെന്ന്. യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. 58. ലൂക്ക 20:9 ഉപമയിൽ പറയുന്ന മനുഷ്യൻ മുന്തിരിത്തോട്ടം ആരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്? ഉത്തരം: കൃഷിക്കാരെ. 59. ലൂക്ക 20:12 അനുസരിച്ച് മൂന്നാമത്തെ ഭൃത്യനെ കൃഷിക്കാർ എന്താണ് ചെയ്തത്? ഉത്തരം: പരിക്കേൽപ്പിക്കുകയും പുറത്തേക്ക് എറിയുകയും ചെയ്തു. 60. മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ ആർക്കെതിരായിട്ടാണ് ഈശോ പറഞ്ഞത്? ഉത്തരം: നിയമജ്ഞർക്കും പ്രധാന പുരോഹിതന്മാർക്കും എതിരായിട്ട്. 61. നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും യേശുവിനെ കയ്യേറ്റം ചെയ്യാനൊരുങ്ങിയപ്പോൾ ഭയപ്പെട്ടത് ആരെയാണ്? ഉത്തരം: ജനങ്ങളെ. 20:19. 62. നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ലൂക്ക 20:22 ഈശോയോട് ചോദിച്ചത് എന്ത്? ഉത്തരം: സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? 63. പുനരുത്ഥാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ഡാഷ് ലൂക്ക 20:36 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ്. പുനരുത്ഥാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ്. 64. പൂരിപ്പിക്കാനുള്ളതാണ്. അവിടുന്ന് മരിച്ചവരുടെ അല്ല ഡാഷ് ലൂക്ക 20:38 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. 65. അവൻ ഡാഷ് നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ഉത്തരം: കണ്ണുകൾ ഉയർത്തി. 66. ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരുടെയും കാൾ ഡാഷ് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. 21:3 പ്രകാരം പൂരിപ്പിക്കാനുള്ളത്. ഉത്തരം: കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. 67. ചില ആളുകൾ വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? ഉത്തരം: ദേവാലയത്തെ കുറിച്ച്. 21:5. 68. ക്ലേശങ്ങളുടെ അനുഭവത്തെക്കുറിച്ച് ലൂക്കായിൽ പരാമർശിക്കുന്നത് എവിടെയാണ്? ഉത്തരം: ലൂക്ക 21:7-19. 69. ഗുരു, ഇത് എപ്പോഴാണ് സംഭവിക്കുക? ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഡാഷ് എന്താണ്? ഉത്തരം: അടയാളം. 21:7. 70. പലരും അവൻ ഞാനാണ് എന്നും ഡാഷ് എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും. 21:8 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: സമയം അടുത്തു. പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും. 71. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും എന്തു ചെയ്യും? ഉത്തരം: തല ഉയർത്തും. 21:10. 72. അവരുടെ സിനഗോഗുകളിലും ഡാഷ് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. ലൂക്ക 21:12 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: കാരാഗൃഹങ്ങളിലും.
അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. 73 നിങ്ങൾക്ക് ഇത് എന്ത് നൽകുന്നതിനുള്ള അവസരം ആയിരിക്കും? ലൂക്ക 21:13 പ്രകാരം ഉത്തരം എഴുതുക. ഉത്തരം സാക്ഷ്യം. 74 എങ്കിലും നിങ്ങളുടെ ഒരു എന്തുപോലും നശിച്ചു പോകുകയില്ല എന്നാണ് ലൂക്ക 21:18 പറയുന്നത്. ഉത്തരം തലമുടി ഇഴ പോലും. 75 പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങൾ നേടുന്നത് എന്ത്? ഉത്തരം നിങ്ങളുടെ ജീവന്. 76 എവിടെയുള്ളവരാണ് പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ എന്ന് ലൂക്ക 21:21 പറയുന്നത്? ഉത്തരം യൂദയായിലുള്ളവർ. 77 ജെറുസലേമിൻ്റെ പതനം നടക്കുമ്പോൾ എവിടെയുള്ളവർ അവിടം വിട്ടുപോകട്ടെ എന്നാണ് പറയുന്നത്? ഉത്തരം പട്ടണത്തിലുള്ളവർ. 78 കാരണം ഡാഷ് പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളാണ് അവ. 21-22 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം എഴുതപ്പെട്ടവ എല്ലാം. കാരണം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളാണ് അവ. 79 അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഡാഷും ഈ ജനത്തിൻ്റെ മേൽ നിപതിക്കും. പൂരിപ്പിക്കുക. ഉത്തരം വലിയ ക്രോധവും. അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും വലിയ ക്രോധവും ഈ ജനത്തിൻ്റെ മേൽ നിപതിക്കും. 80 അവർ എന്ത് ഏറ്റ് വീഴുകയും എവിടേക്ക് തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും? ഉത്തരം വാളിൻ്റെ വായ്ത്തല എല്ലാ ജനതകളിലേക്കും. അവർ വാളിൻ്റെ വായ്ത്തലയേറ്റ് വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. 81 സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും എന്താണ് പ്രത്യക്ഷപ്പെടുന്നത്? ഉത്തരം അടയാളങ്ങൾ. 21-25. 82 കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ ആരിലാണ് സംഭ്രമം ഉളവാക്കുന്നത്? ഉത്തരം ജനപദങ്ങളിൽ. 21-25. 83 ആകാശശക്തികൾ ഇളകുമ്പോൾ ഭൂവാസികൾ എന്ത് കാണും? ഉത്തരം മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത്. 84 ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ ഡാഷ് സമീപിച്ചിരിക്കുന്നു. പൂരിപ്പിക്കാനുള്ളത്. ഉത്തരം നിങ്ങളുടെ വിമോചനം. 21-28. 85 ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ഡാഷ് സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. ഉത്തരം ദൈവരാജ്യം. 86 ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ ഡാഷ് കടന്നു പോവുകയില്ല. ഉത്തരം എൻ്റെ വാക്കുകൾ. 21-33. 87 എന്തിനാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവും എന്നാണ് ലൂക്ക 21:34 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ. 88 ആ ദിവസം ഒരു ഡാഷ് പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. 21-34 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം കെണി പോലെ. ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. 89 എന്തെന്നാൽ ഡാഷ് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും. ലൂക്ക 21:35 പ്രകാരം പൂരിപ്പിക്കാനുള്ളത്. ഉത്തരം ഭൂമുഖത്ത്. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത്
നിപതിക്കും. 90. യേശുവിനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നവർ ആരെല്ലാമായിരുന്നു? ഉത്തരം: പുരോഹിതരും നിയമജ്ഞരും. 91. യൂദാസിൻ്റെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം: സ്കറിയോത്ത. 92. സാത്താൻ പ്രവേശിച്ച ശിഷ്യൻ ആരാണ്? ഉത്തരം: യൂദാസ്. 93. യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ യൂദാസ് അവസരം പാർത്തിരുന്നത് എപ്പോഴാണ്? ഉത്തരം: ജനക്കൂട്ടം ഇല്ലാത്തപ്പോൾ. 22:6. 94. പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന ദിവസം എന്നായിരുന്നു? ഉത്തരം: പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസം. 95. പത്രോസിനെയും യോഹന്നാനെയും യേശു ചുമതലപ്പെടുത്തി അയച്ചത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം: പെസഹ ഭക്ഷിക്കുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ. 96. നിങ്ങൾ പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ ഡാഷ് ഒരുവൻ നിങ്ങൾക്ക് എതിരെ വരും. 22:10 അനുസരിച്ച് പൂരിപ്പിക്കുവാൻ. ഉത്തരം: ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട്. 97. സജ്ജീകൃതമായ ഒരു ഡാഷ് അവൻ നിനക്ക് കാണിച്ചു തരും. 22:12 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: വലിയ മാളിക മുറി. 98. അവൻ അവരോട് പറഞ്ഞു ഡാഷ് ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഉത്തരം: പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ. 22:15. 99. ഞാൻ നിങ്ങളോട് പറയുന്നു ഡാഷ് ഞാൻ ഇനി ഭക്ഷിക്കുകയില്ല. 22:16 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ. 100. ഈശോ പാനപാത്രം എടുത്തതിനു ശേഷം ചെയ്തത് എന്ത്? ഉത്തരം: കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. 101. ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ എന്തു ചെയ്യുകയില്ല എന്നാണ് ഈശോ പറഞ്ഞത്? ഉത്തരം: മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. 102. ലൂക്ക 22:20 പ്രകാരം അത്താഴത്തിനു ശേഷം പാനപാത്രം എടുത്തുകൊണ്ട് ഈശോ അരുളി ചെയ്തത് എന്താണ്? ഉത്തരം: ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. 103. വിജാതീയരുടെ മേൽ അവരുടെ ഡാഷ് ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. 22:25 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: രാജാക്കന്മാർ. 104. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഡാഷ് കണക്കാക്കുകയും ചെയ്യുന്നു. 22:25 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: ഉപകാരികളായി. 105. എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ ഡാഷ് ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. 22:28 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: നിരന്തരം. എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. 106. സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്ന് പറഞ്ഞത് ഏത് ശിഷ്യനോടാണ്? ഉത്തരം: ശിമയോനോട്. 22:31. 107. ലൂക്ക 22:33 അനുസരിച്ച് ശിമയോൻ ഈശോയോട് പറഞ്ഞതെന്ത്? ഉത്തരം: നിന്നോടുകൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാനും തന്നെ ഞാൻ തയ്യാറാണ്. 108. ഒലിവ് മലയിൽ എത്തിയപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞതെന്ത്? ഉത്തരം: നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. 22:40. 109. പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഡാഷ് എന്നിൽ നിന്ന് അകറ്റണമേ. ലൂക്ക 22:42 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം:
ഈ പാനപാത്രം. 110 ലൂക്ക 22:43 പ്രകാരം ഈശോയെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടത് ആരാണ്? ഉത്തരം ഒരു ദൂതൻ. 111 ഈശോ പ്രാർത്ഥന കഴിഞ്ഞ് ശിഷ്യന്മാരുടെ അടുത്തെത്തിയപ്പോൾ എന്താണ് കണ്ടത്? ഉത്തരം അവർ വ്യസന നിമിത്തം തളർന്നുറങ്ങുന്നത്. 112 ലൂക്ക 22:46 പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യാനാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്? ഉത്തരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. 113 യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പ്രധാന സേവകൻ്റെ എവിടെയാണ് പരിക്കേൽപ്പിച്ചത്? ഉത്തരം വലത് ചെവിയിൽ. 114 ലൂക്ക 22:54 അനുസരിച്ച് അവർ യേശുവിനെ പിടിച്ച് എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക്. 115 യേശുവിനെ പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അകലെയായി യേശുവിനെ അനുഗമിച്ച ശിഷ്യൻ ആര്? ഉത്തരം പത്രോസ്. 116 പ്രഭാതമായപ്പോൾ ഡാഷ് സംഘം സമ്മേളിച്ചു. ലൂക്ക 22:66 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം. 117 നീ യഹൂദരുടെ രാജാവാണോ എന്ന് പീലാത്തോസിൻ്റെ ചോദ്യത്തിന് ഈശോ നൽകിയ മറുപടി എന്തായിരുന്നു? ഉത്തരം നീ തന്നെ പറയുന്നുവല്ലോ. 23:3. 118 ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ് പറഞ്ഞത് ആരോടാണ്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും. 119 യേശുവിനെ പറ്റി കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നത് ആരാണ്? ഉത്തരം ഹെറോദേസ്. 120 ലൂക്ക 23:12 അന്നു മുതൽ അവർ പരസ്പരം സ്നേഹിതന്മാർ ആയി എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം ഹെറോദേസും പീലാത്തോസും. 121 മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഈശോയിൽ കാണാത്തതിനാൽ എന്ത് ശിക്ഷ നൽകി ഈശോയെ വിട്ടയക്കാനാണ് പീലാത്തോസ് തീരുമാനിച്ചത്? ഉത്തരം ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച്. 23:16. 122 പുരോഹിതന്മാരും നേതാക്കളും ജനങ്ങളും ആരെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്നാണ് ആക്രോശിച്ചത്? ഉത്തരം ബറബാസിനെ. 123 ബറബാസ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നത് എന്തെല്ലാം കുറ്റകൃത്യങ്ങൾക്കാണ്? ഉത്തരം പട്ടണത്തിലെ കലാപത്തിനും കൊലപാതകത്തിനും. 124 കുരിശ് ചുമലിൽ വച്ച് ഈശോയുടെ പുറകെ ചുമന്നുകൊണ്ടുവരുവാൻ നിർബന്ധിച്ചത് ആരെയാണ്? ഉത്തരം കിറേനക്കാരൻ ശിമയോനെ. 125 23, 27 പ്രകാരം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്ത് ഈശോയുടെ പിന്നാലെ പോയത് ആരാണ്? ഉത്തരം സ്ത്രീ സമൂഹം. 126 അന്ന് അവർ ഡാഷ് ഞങ്ങളുടെ മേൽ വീഴുക എന്നും ഡാഷ് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. പൂരിപ്പിക്കുക. ഉത്തരം പർവ്വതങ്ങളോട്, കുന്നുകളോട്. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. 127 ലൂക്ക 23:34 പ്രകാരം അവർ കുറിയിട്ടത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം ഈശോയുടെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കുന്നതിന് വേണ്ടി. 128
ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ എന്ന് ഈശോയെ പരിഹസിച്ചത് ആരാണ്? ഉത്തരം പ്രമാണികൾ. 129. നീ ഡാഷ് ആണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്നാണ് പടയാളികൾ ഈശോയെ പരിഹസിച്ചത്. ഉത്തരം യഹൂദന്മാരുടെ രാജാവ് ആണെങ്കിൽ. 130. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ ഡാഷ് ആയിരിക്കും. 23:43 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം പറുദീസായിൽ. 131. ലൂക്ക 23:44 അനുസരിച്ച് ഏത് മണിക്കൂർ വരെയാണ് ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചത്? ഉത്തരം 9-ാം മണിക്കൂർ വരെ. 132. ലൂക്ക 23:45 പ്രകാരം നടുവേ കീറിപ്പോയത് എന്താണ്? ഉത്തരം ദേവാലയത്തിലെ തിരശ്ശീല. 133. ഈശോ മരണമടഞ്ഞു എന്നതിനെ സൂചിപ്പിക്കുന്നതിനു വേണ്ടി ലൂക്ക 23:46 ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? ഉത്തരം ജീവൻ വെടിഞ്ഞു. 136. ഈ മനുഷ്യൻ തീർച്ചയായും ഡാഷ് ആണ് എന്നാണ് ശതാധിപൻ പറഞ്ഞത്. ഉത്തരം നീതിമാൻ. 137. അരിമത്തിയ ഏത് വിഭാഗക്കാരുടെ പട്ടണമാണ്? ഉത്തരം യഹൂദരുടെ. 138. അവൻ ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് ലൂക്ക 23:51 പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം അരിമത്തിയാക്കാരൻ ജോസഫിനെ കുറിച്ച്. 139. യേശുവിനെ സംസ്കരിച്ച ദിവസത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ഉത്തരം ഒരുക്കത്തിൻ്റെ ദിവസം, സാബത്തിൻ്റെ ആരംഭം. 140. ലൂക്ക 24:1 അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളുമായി അവർ കല്ലറയുടെ അടുത്തേക്ക് പോയത് എന്നാണ്? ഉത്തരം ആഴ്ചയുടെ ആദ്യ ദിവസം. 141. അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ ഡാഷ് മൂടപ്പെട്ടിരുന്നു. 24:16 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം കണ്ണുകൾ. 142. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് എന്തായിരുന്നു? ഉത്തരം ക്ലെയോപ്പാസ്. 143. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ ഡാഷ് ആയിരുന്നു. 24:19 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം പ്രവാചകൻ. 144. ലൂക്ക 24:23 പ്രകാരം സ്ത്രീകൾ തിരിച്ചു വന്ന് തങ്ങൾക്ക് ആരുടെ ദർശനം ഉണ്ടായി എന്നാണ് പറഞ്ഞത്? ഉത്തരം ദൂതന്മാരുടെ. 145. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും ഡാഷ് തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ലൂക്ക 24:27 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം വിശുദ്ധ ലിഖിതങ്ങളിൽ. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. 146. 24:29 പ്രകാരം എമ്മാവൂസിലെ ശിഷ്യന്മാർ യേശുവിനോട് നിർബന്ധിച്ചത് എന്താണ്? ഉത്തരം ഞങ്ങളോടുകൂടെ താമസിക്കുക. 147. അവർ അവനെ തിരിച്ചറിഞ്ഞു, പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് ഡാഷ് 24:31 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം അപ്രത്യക്ഷനായി. 148. എമ്മാവൂസിലെ ശിഷ്യന്മാർ എഴുന്നേറ്റ് എവിടേക്കാണ് തിരിച്ചുപോയത്? ഉത്തരം ജെറുസലേമിലേക്ക്. 149. യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ സന്തോഷാധിക്യത്താൽ എന്താണ് ചെയ്തത്? ഉത്തരം അവിശ്വസിക്കുകയും
അത്ഭുതപ്പെടുകയും ചെയ്തു. 24:41. 150. 24:42 പ്രകാരം അവർ ഈശോയ്ക്ക് ഭക്ഷിക്കുവാനായി കൊടുത്തത് എന്താണ്? ഉത്തരം: ഒരു കഷ്ണം വറുത്ത മീൻ. ഇത്രയും ചോദ്യങ്ങളാണ് ലൂക്ക 17 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ടതായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം പഠിക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും. പിന്നെ എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ.